ദയാവധത്തിൽ സുപ്രധാന വിധിയുമായി സുപ്രീംകോടതി. പഞ്ചാബ് സ്വദേശിയായ 20-കാരൻ ഹരീഷ് റാണയുടെ വൈദ്യസഹായം പിൻവലിക്കാൻ അനുമതി. ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെ രോഗിയുടെ വൈദ്യസഹായം പിൻവലിക്കാം. രോഗി ജീവച്ഛവമായ അവസ്ഥയിലെങ്കിൽ ദയാവധം പരിഗണിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ലീഗൽ കറസ്പോണ്ടന്റ് KM ഷബ്ന ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷബ്ന, എന്തായാലും ഇത്തരത്തിൽ ജീവച്ഛവമായ അവസ്ഥയിൽ ഇനി തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് ആരോഗ്യ വകുപ്പ് തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെ ബോധ്യമുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ദയാവധം നടത്താം എന്ന് കോടതി പറയുകയാണ്. രുചീഷ്, തീർച്ചയായും. കാരണം 2023 ഇത്തരം ഒരു കേസിന്റെ വിധിന്യായം കോടതി തന്നെ പറഞ്ഞിരുന്നത് അന്തസ്സോടെ മരിക്കാനുള്ള മൗലിക അവകാശം അംഗീകരിക്കണം എന്ന്. അത് സംബന്ധിച്ച് 2023 ഈ വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോടതി ആദ്യമായി ദയാവധം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടിട്ടുള്ളത്. സുപ്രീം കോടതിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. കെട്ടിടത്തിൽ നിന്ന് വീണതിനെ തുടർന്ന് കഴിഞ്ഞ 13 വർഷമായി രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു 32-കാരന്റെ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ പിൻവലിക്കാനാണ് ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പിതാവ് തന്നെയാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചത്. മകന്റെ ജീവൻ നിലനിർത്തുന്നതിനുള്ള എല്ലാ ചികിത്സകളും പിൻവലിക്കണം എന്നായിരുന്നു പിതാവിന്റെ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം എല്ലാ വൈദ്യസഹായങ്ങളും യാതൊരു ബലവുമില്ലാത്ത അവസ്ഥയിലാണ്, ജീവച്ഛവമായി ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദയാവധത്തിന് അനുമതി നൽകണം എന്നായിരുന്നു. ഈ 32 വയസ്സുള്ള ഹരീഷ് റാണ എന്ന ആളാണ് ഇത്തരത്തിൽ കിടപ്പിലായി പോയത്. ഒരു താമസ സ്ഥലത്ത് നിന്ന് 4ാം നിലയിൽ നിന്ന് വീണതിനെ തുടർന്ന് തലച്ചോറിനേറ്റ ക്ഷതത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ രോഗാവസ്ഥയിലേക്ക് പോയത്. കഴിഞ്ഞ 13 വർഷമായി ചികിത്സിച്ചിട്ടും ആരോഗ്യസ്ഥിതിയിൽ യാതൊരു മെച്ചവും ഇല്ല എന്ന് കോടതി തന്നെ കണ്ടെത്തി. ഇതേ തുടർന്നാണ് ചില നിർദ്ദേശങ്ങളോടെ, അതായത് ഈ വൈദ്യുതി ഉപകരണങ്ങൾ പിൻവലിക്കുമ്പോൾ കൃത്യമായി പരിഗണിക്കണം, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട്, എയിംസ് ആശുപത്രി പാലിയേറ്റീവ് കെയറും അടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കണം തുടങ്ങിയ എല്ലാ നിർദ്ദേശങ്ങളോടെയും ആദ്യത്തെ ദയാവധത്തിന് കോടതി അനുമതി നൽകിയിരിക്കുന്നു. ശരി ഷബ്ന, എന്തായാലും വളരെ നിർണായകമായ തീരുമാനമാണ്. ഇത്തരത്തിൽ ദയാവധത്തിൽ സുപ്രധാന വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പഞ്ചാബ് സ്വദേശിയായ 32-കാരനായ ഹരീഷ് റാണയുടെ വൈദ്യസഹായം പിൻവലിക്കാനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്.